കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ പിറന്നാൾ നടന്നത്. പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നാൽ അതിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് സുരേഷ് ഗോപിയുടെ വീട്ടിലെ വളർത്തുനായയുടെ സ്നേഹം തന്നെയാണ്. ഇവർ കേക്ക് മുറിക്കുന്ന സമയം അത്രയും ആളുകൾ ഉണ്ടായിട്ടും വളർത്തുനായയെ തൊട്ടടുത്ത് തന്നെ നിർത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയും രാധികയും മുന്നിൽ നിന്ന് കേക്ക് മുറിക്കാൻ തയ്യാറെടുക്കുന്നു. മക്കൾ 4 പേരും പിന്നാലെ മരുമകനും അവിടെ തന്നെ നിൽപ്പുണ്ട്. അവർ 5 പേരും പുറകെ നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവരുടെ വീട്ടിലെ നായയും നിൽക്കുന്നു. അതാണ് അവർ തമ്മിലുള്ള സ്നേഹം. അതാണ് അവർ ആ നായയ്ക്ക് കൊടുക്കുന്ന വില. സുരേഷ് ഗോപിയുടെ വീട്ടിലൊരു വളർത്തുനായ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ഇതിനു മുൻപും സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നായ്ക്കളോട് നല്ല ഇഷ്ടമാണെന്നും എല്ലാവർക്കും അറിയാം. ആ നായോടുള്ള ഇഷ്ടം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ആ നായോട് കാര്യം പറയുകയായിരുന്നു സുരേഷ് ഗോപി. എന്നാൽ രാധിക അതൊക്കെ പിന്നെ നോക്കാം, ഇപ്പോൾ കേക്ക് മുറിക്കൂ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയെ വിളിച്ചുകൊണ്ട് വരുന്നതും കാണാം. നായയുടെ എന്തോ കാര്യം പറഞ്ഞ് മാധവും ഗോകുലും ഭാഗ്യയും ഭവ്യയും ഒക്കെ ചിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും ഒപ്പം കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോയും കൂടി വൈറലായിരിക്കുന്നത്. രാധികയുടെയും കൂടെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ്. അവിടെ ആളുകൾ സുരേഷ് ഗോപിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ കാത്തിരിക്കുമ്പോൾ അച്ഛനും മക്കളും കൂടി നായ്ക്കളോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. രാധികയ്ക്ക് അത് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും രാധികയെ പറയുന്നുണ്ട്. എന്നാൽ നായ്ക്കളെ സ്നേഹിക്കുന്നവരെല്ലാവരും ആ വീഡിയോ അങ്ങനെയല്ല ഏറ്റെടുത്തിരിക്കുന്നത്. ആ നായയ്ക്ക് ആ വീട്ടിൽ കിട്ടിയിരിക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് അവർ നായയെ കാണുന്നത് എന്നത് ഇതിന് പകരം പറയാനൊന്നുമില്ല. ഇത് സത്യമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു. സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെയാണ് ഈ വാർത്ത ഏറ്റെടുക്കുന്നത്. ആരാധകരെല്ലാവരും ഇത് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിരവധി പേർ തന്നെ ഇതിനോടകം വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയുന്നു. രാധികയാണ് സുരേഷ് ഗോപിയെ പെട്ടെന്ന് ഓർമ്മിപ്പിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുകയാണ്, അവരൊക്കെ സമ്മാനം തരാൻ നിൽക്കുകയാണ്, ഇങ്ങോട്ട് നോക്കൂ, അത് പിന്നെ നോക്കാമെന്നത്. അവന് കേക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ രാധിക പറയുന്നുണ്ട് അതൊക്കെ പിന്നെ കൊടുക്കാമെന്ന്. ഇപ്പോൾ ഇവർ തരുന്ന സമ്മാനമൊക്കെ വാങ്ങുമെന്ന്, വീട്ടിലെ അതിഥികളെ നോക്കുമെന്ന്. വീട്ടിലെ മക്കൾ കൊടുക്കുന്ന സമയത്ത് തന്നെയാണ് അവിടുത്തെ നായ്ക്കുട്ടിക്കും കേക്ക് കൊടുക്കുന്നത്. അതെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും അതിൻ്റെ വാർത്തകൾക്ക് പിന്നാലെ തന്നെ ഓടുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെയാണ് എന്ന് പറയുന്നു. ഈ വീഡിയോ ആദ്യം പങ്കുവച്ചെത്തിയത് മരുമകൻ ശ്രേയസ് തന്നെയാണ്. വീട്ടിലെ ഒരു അംഗമായതിനു ശേഷം എല്ലാ കാര്യങ്ങളും ആദ്യം പങ്കുവച്ച് ശ്രേയസ് എത്താറുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ തന്നെ സുരേഷ് ഗോപിയുടെ ചിത്രം പങ്കുവച്ച് ശ്രേയസ് എത്തിയിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപിക്ക് പറ്റിയ മരുമകൻ തന്നെയാണെന്ന് എല്ലാവരോടും എടുത്തു പറയാറുണ്ട് എല്ലാവരും ശ്രേയസിനെ കുറിച്ച്. അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളതെന്നാണ് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.